ഹലോ സ്മൈൽ വിത്ത് ജോ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എൻ്റെ ഡെയിലി നൈറ്റ് ടൈം കിച്ചൺ ക്ലീനിങ് റുട്ടീനാണ്. ഇതിനോടൊപ്പം തന്നെ നെക്സ്റ്റ് ഡേ കുക്കിംഗ് വളരെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ചെയ്യാറുണ്ട്. അതുകൂടി ഈ വീഡിയോയുടെ ഷെയർ ചെയ്യാണ്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല അടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഡിന്നറിനായിട്ട് എന്താ ഉണ്ടാക്കുക എന്നുള്ള ടെൻഷനൊന്നുമില്ല. കാരണം ഇന്ന് രാവിലത്തെ കടലക്കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ദോശ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയായിട്ട് ഡിന്നർ ഈസി ആയിട്ട് കഴിഞ്ഞ് ഇനി കിച്ചൺ ക്ലീൻ ചെയ്യാൻ തുടങ്ങുകയാണ്. ക്ലീനിങ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്ഥലത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് വേണം ക്ലീനിങ് തുടങ്ങാനായിട്ട്. പച്ചമുളക്, ആപ്പിൾ, നാരങ്ങ ഇതെല്ലാം ഒന്ന് കഴുകിയ ശേഷം തുടച്ചിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. കാരണം പെട്ടെന്ന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കിച്ചണിൽ വരുന്ന ഈ സിങ്കിൽ ഒരുപാട് ഈ കറി വെച്ച പാത്രങ്ങളൊന്നും ഇതിനകത്ത് കഴുകിയെടുക്കാറില്ല. ഇതേപോലെ വെജിറ്റബിൾസ് വാങ്ങിക്കൊണ്ട് വരുന്നതെല്ലാം കഴുകിയെടുക്കാനും ചോറ് വാർക്കുന്ന സമയത്ത് അപ്പോഴൊക്കെയാണ് ഈ ഒരു സിങ്ക് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് തുടച്ച ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ കൊണ്ടുവന്ന വെജിറ്റബിൾസ് എല്ലാം അതത് സ്ഥലത്തിലേക്ക് ആയിട്ട് മാറ്റി വെച്ചു. ഇനിയാണ് കിച്ചൺ ക്ലീനിങ്ങിൻ്റെ പരിപാടി എല്ലാം തുടങ്ങുന്നത്. അപ്പോൾ അതിനായിട്ട് കഴുകാനുള്ള എല്ലാ പാത്രങ്ങളും വർക്കരിയിലേക്ക് മാറ്റി കിച്ചണിൻ്റെ ഗ്യാസ് സ്റ്റോപ്പ് ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇന്നങ്ങനെ കറിയൊന്നും വെക്കാത്തത് കൊണ്ട് വലുതായിട്ടൊന്നും അഴുക്കായിട്ടില്ല. ഈ എണ്ണയുടെ അവിടെ ഇവിടെയൊക്കെയുള്ള ഡ്രോപ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ ടിഷ്യൂ കൊണ്ട് ഒന്ന് തുടച്ചെടുക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കിച്ചണിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കും. അപ്പോൾ തന്നെ എല്ലാം ഒന്ന് വൃത്തിയാക്കി കിട്ടും. അല്ലാതെ ഈ കറികളൊക്കെ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ചായ എല്ലാം പൊങ്ങിപ്പോയിട്ട് അവിടെ എവിടെയൊക്കെ വൃത്തിയായിട്ട് കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യാറുള്ളത്. എന്നിട്ടാണ് ഇങ്ങനെ തുടച്ചെടുക്കുക. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തുടച്ചെടുക്കുകയാണ്. പിന്നെ മിക്കപ്പോഴും ഈ ഗ്യാസ് സ്റ്റോപ്പ് വൃത്തിയിടാവുന്നത് രാവിലത്തെ ഒരു മോർണിംഗ് റുട്ടീനൊക്കെ കഴിയുമ്പോഴാണ്. കാരണം ഈ ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കിക്കഴിഞ്ഞ ശേഷം അത്യാവശ്യം ഒന്ന് വൃത്തികേടാവും. അപ്പോൾ തന്നെ ഒന്ന് ചൂടൊക്കെ പോയ ശേഷം ഞാനൊന്നെല്ലാം ഈ ഡിഷ് വാഷ് ഉപയോഗിച്ച് കഴുകി ഒന്ന് തുടച്ചെടുക്കാറുണ്ട്. അത്ര അങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ വൃത്തികേടാവാറില്ല കിച്ചൺ. പിന്നെ ചപ്പാത്തി അതിനുള്ള കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വൃത്തികേടാവും. പക്ഷെ ഇന്ന് ആ ഒരു ജോലിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് ക്ലീൻ ചെയ്യാനായിട്ടും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മൈക്രോവേവ് അവനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് ചൂടാക്കുമ്പോൾ ഡ്രോപ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതും കിച്ചണിൻ്റെ ടോപ്പും എല്ലാം ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. എന്നിട്ടാണ് ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് കഴുകി വെച്ച പാത്രങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അതെല്ലാം കുറച്ച് ചിലത് ഡ്രൈ ആയിട്ടുണ്ടാവും, പക്ഷെ ചിലതെല്ലാം ഒരു വാട്ടർ ഡ്രോപ്സ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ച് വെച്ച ശേഷം ഇതിൻ്റേതായിട്ടുള്ള സ്ഥലത്തിലേക്കൊന്ന് പ്ലേസ് ചെയ്ത് വെക്കണം. അപ്പോൾ എല്ലാം ഒന്ന് ഡ്രൈ ആയിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ക്ലോത്തിൻ്റെ മേലെയാണ് വെച്ച് കൊടുക്കുക. എന്നിട്ട് തുണി ഉപയോഗിച്ച് ഇതെല്ലാം ഒന്ന് തുടച്ച ശേഷം കബോർഡിനകത്ത് ഇതിൻ്റേതായിട്ടുള്ള പ്ലേസിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി സിങ്കിലിട്ടിരിക്കുന്ന പാത്രമെല്ലാം ഒന്ന് കഴുകണം. അപ്പോൾ അതിനു മുമ്പ് ഞാനൊന്ന് ഫാൻ ഓൺ ചെയ്ത് ഈ കബോർഡ്സിൻ്റെ ഉള്ളിലുള്ള മോയ്സ്ചറൊക്കെ ഒന്ന് ചിലപ്പോൾ ഉണ്ടെങ്കിൽ പോകാനായിട്ട് ഇങ്ങനെ തുറന്ന് വയ്ക്കുവാണ്. അങ്ങനെ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഡസ്റ്റ്ബിന്നും കൂടി ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഡസ്റ്റ്ബിന്നിലുള്ള കച്ചറയെല്ലാം പുറത്തുള്ള കച്ചറ കവറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഡസ്റ്റ്ബിന്ന് കഴുകി കഴിഞ്ഞ ശേഷം സിങ്ക് കൂടി ഈ ഡിഷ് വാഷ് ഉപയോഗിച്ച് ഒന്ന് കഴുകി കൊടുക്കുകയാണ്.
വർക്ക് ഏരിയയിൽ സിങ്ക് കഴുകി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ കിച്ചണിലെ സിങ്കും കൂടി ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. പക്ഷെ ഒരുപാട് അങ്ങനെ ചളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എങ്കിൽ കൂടി ഇപ്പോൾ ഡെയിലി ഇപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാറുണ്ട്. പിന്നെ ചോറ് വാർക്കുന്ന നേരം അങ്ങനെയൊക്കെ കുറച്ചിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ അപ്പോൾ അതുകൂടി ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് സിങ്കിന് ചുറ്റും പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കിച്ചണിലെ ക്ലീനിങ് എല്ലാം ഒരുവിധം കഴിഞ്ഞ ശേഷമാണ് ഈ ടേബിളെല്ലാം തുടയ്ക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നാളെ രാവിലത്തേക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം റെഡിയാക്കി വെക്കുകയാണ്. നാളെ രാവിലത്തേക്ക് കറിക്ക് ആവശ്യമുള്ള നാളികേരം ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ചിരവി വെച്ച ശേഷം വെജിറ്റബിൾ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ അത്യാവശ്യമായിട്ട് വേണ്ട പാത്രങ്ങൾ, ലഞ്ച് ബോക്സ് എല്ലാം ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുവാണ്. അങ്ങനെ ക്ലീനിങ്ങും നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസും ഒക്കെ കഴിഞ്ഞു. ഇനി നാളത്തേക്കുള്ള തൈരിനായിട്ട് മോര് ഉറച്ച് വയ്ക്കുവാണ്. പിന്നെ നാളെ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ എനിക്ക് മറന്നു പോകും. അപ്പോൾ ഞാൻ ഇതുപോലെ മറന്ന് പോവാതിരിക്കാനായിട്ട് കലണ്ടറിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ ഇപ്പോൾ സമയം 8:30ആയി. ക്ലീനിങ്ങും നാളത്തേക്കുള്ളതും എല്ലാം റെഡിയായി കഴിഞ്ഞു. കാരണം ഡിന്നർ ഇതുപോലെ നേരത്തെ കഴിക്കുന്നതുകൊണ്ടാണ് ക്ലീനിങ്ങും നേരത്തെ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.